പ്രിയപ്പെട്ടവരെ, അങ്ങനെ വോട്ട് പാതയുടെ യാത്ര ആലപ്പുഴ ജില്ലയിലൂടെ ഇങ്ങനെ പ്രയാണം തുടരുകയാണ് അല്ലെ. നമ്മളുള്ളത് കുട്ടനാട് മേഖലയിലെ രാമങ്കരി എന്ന ഗ്രാമപഞ്ചായത്തിലാണ്. വളരെ മനോഹരമായ ഒരു ഗ്രാമപഞ്ചായത്താണ്. സേഫ്, നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ, ഈ ആലപ്പുഴ ജില്ലയിലെ പ്രധാന ദൃശ്യം എന്ന് പറയുന്നത് വീട് ഇറങ്ങി 2 സ്റ്റെപ്പ് ഇറങ്ങുന്നു, മുന്നിലൊരു കായൽ അല്ലെങ്കിൽ ഒരു തോട്, ഒരു പാലം, ഒരു ഫിൽമി സീനാണ്. അതായത് ഒരു നല്ല ഒരു ഫിലിമിന് പറ്റിയ ഒരു സത്യനന്ദിക്കാട് സിനിമയ്ക്ക് പറ്റിയ ഒരു ഈവനിങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈം. അതെ, ഇ.കെ. നായനാർ ഹാൾ അപ്പുറത്തുണ്ട്. ഈ പാലം നമുക്ക് ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഓട്ടോയും ബൈക്കും. രാമങ്കരി പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ പ്രകൃതി മനോഹാരിതയും പരിസ്ഥിതി മനോഹാരിതയും മാത്രമല്ല, കേരളത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ സങ്കീർണമായ പോരാട്ടം നടക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ്. ഹോട്ട്സ്പോട്ട്. CPI-യും CPM-ഉം നേർക്കുനേരുള്ള ഒരു പോരാട്ടമാണ്. അതെ, നമുക്ക് ഇവിടെ നിറയെ പോസ്റ്ററുകൾ കാണാം കേട്ടോ. ഈ ഒരു മതില് നിറയെ ഒട്ടിച്ചിരിക്കുകയാണ്. ഇന്ന ചിഹ്നത്തിൽ ഇന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്ന് വാശിയും അങ്ങേയറ്റം നിറഞ്ഞ ഒരു ഹോട്ട്സ്പോട്ട്. എനിക്ക് ഈ പോസ്റ്ററിൽ ഞാൻ ഒരെണ്ണം ശ്രദ്ധിച്ചു. ഇത് ഇവിടെ കണ്ടോ, രാമങ്കരി പഞ്ചായത്തിലെ യുവജനങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നു, യുവജനങ്ങൾക്ക് കളിസ്ഥലം വിട്ടു നൽകാത്തതിലും പഞ്ചായത്തിൽ പൊതു കളിസ്ഥലം അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് ഞങ്ങൾ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നു. ഒരു വിഭാഗം യുവജനങ്ങൾ അങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല, അതിസങ്കീർണമായ ഒരു ഘടനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമല്ല, നിലവിൽ തന്നെ അങ്ങനെ ഒരു ഘടന എന്ന് വെച്ചാൽ നിലവിൽ CPI-യും കോൺഗ്രസും ചേർന്ന് ഭരിക്കുന്നു എന്ന് നമുക്ക് പൊതുവെ പറയാം. പക്ഷെ CPI-ക്കാർ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും CPI-യും കോൺഗ്രസും ചേർന്ന് ഭരിക്കുന്ന പഞ്ചായത്താണ്. CPM നിലവിൽ പുറത്താണ്. ഒരുപാട് കാലത്തോളം CPM ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. നിലവിൽ കോൺഗ്രസും CPI-യും ചേർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ CPI-യും CPM നേർക്കുന്നു എന്ന് വെച്ചാൽ അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാൾ നെൽക്കതിരും നേർക്കുനേർ മത്സരിക്കുന്നു. അപ്പോ രാമങ്കരി പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രധാനപ്പെട്ട മുഖങ്ങളും ഒക്കെ നമ്മോടൊപ്പം ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. പ്രസിഡന്റാണ് എന്റെ കൂടെ ഉള്ളത്. പേരൊന്ന് പറയാമോ? രാജേന്ദ്രകുമാർ. എന്താണ് ഈ കഴിഞ്ഞ തവണ സംഭവിച്ചതെന്ന് പറയാമോ? ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ എങ്ങനെ വന്നു? കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആയിരുന്നു. പ്രത്യേകിച്ച് CPM ആണ്. 9 സീറ്റിൽ മത്സരിച്ചു, 9 സീറ്റിലും CPM ജയിച്ചു. അങ്ങനെ ഞാൻ പ്രസിഡന്റായി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയും 5 ആളുകൾ വേറെ നിലപാടിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിന് മുമ്പ് തന്നെ UDF 4 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 4 പേരും ചേർത്ത് CPM-ലെ 4 പേരൂടെ ചേർന്ന് അങ്ങനെ 8 പേരെ അവിശ്വാസം കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനത്തിലേക്ക് 5 പേരേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് 8 പേര് വിജയിക്കും. അങ്ങനെ അവിശ്വാസത്തിലൂടെ ഞാൻ പുറത്തായി. ഞാൻ മെമ്പർ സ്ഥാനം രാജിവെച്ചു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ പറഞ്ഞ കോൺഗ്രസിന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തു എന്നാണ് CPM പറയുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്നു, രാജ്മോഹൻ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാമങ്കരി. അത് 26 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്തായിരുന്നു അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു വ്യക്തിപരമായ കാരണം? അതല്ല, ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലൊന്നും പ്രസക്തമല്ല. അതെല്ലാം കഴിഞ്ഞു. വർഷം 1.5 ഞാനിപ്പോ CPI-യുടെ മണ്ഡലം പ്രസിഡന്റാണ്. പിന്നെ ഇപ്പൊ പഴയ അതിന് പ്രസക്തിയില്ല. എന്നാൽ കൂടി LC സെക്രട്ടറി ഇവിടെ ഉണ്ട്. CPM-ന്റെ LC ലോക്കൽ സെക്രട്ടറി ഇവിടെ ഉണ്ട്. എന്താണ് അങ്ങനെ സംഭവിച്ചത്? കേരളത്തിൽ തന്നെ അപൂർവമായ ഭരണം നടക്കുന്ന, സവിശേഷമായ ഒരു ഭരണം നടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ചുരുക്കം പറയാം. ഇപ്പം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 13 വാർഡിലാണ് നമുക്കുണ്ടായിരുന്നത്. ആ 13 വാർഡിൽ 9 വാർഡിൽ CPM മത്സരിക്കുകയും 9 വാർഡ് ജയിക്കുകയും ചെയ്തു. ജയിച്ചതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ആളും മറ്റ് 4 പേരും ചേർന്നുകൊണ്ട് പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത ഒരു സ്വഭാവത്തിലേക്ക് പോയി. എന്നുവെച്ചാൽ വഴിവിട്ട പോക്കായിരുന്നു. പാർട്ടിയുടെ നിയന്ത്രണം എന്ന് പറഞ്ഞ വേണ്ടി ഇല്ലാതെ വരികയും അവസാനം പൊതുജനങ്ങൾക്കും പാർട്ടിക്കും അവരുടെ ഭരണം ആവശ്യമില്ലെന്നൊരു തോന്നലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും CPI ആണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കണം. അതും ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളൊന്നും മാറിയില്ല. പ്രസിഡന്റ് കോൺഗ്രസും CPI വൈസ് പ്രസിഡന്റാണ് ഇപ്പോഴും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഞങ്ങൾക്കെതിരെ ഇപ്പോൾ CPI 5 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെതിരെ മത്സരിക്കുകയാണ്. അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. അത് വേറെ എങ്ങും ഇല്ലാത്തൊരു സവിശേഷതയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള ചിലരുടെ സ്ഥാനമോഹം തന്നെയാണ്. തർക്കമില്ല. ഇവിടെ 2 പ്രാവശ്യം മെമ്പറായ ഒരാളുണ്ട്. അപ്പം പാർട്ടിയുടെ ഈ പ്രാവശ്യം തീരുമാനം 3ാമത്തെ പ്രാവശ്യം മത്സരിപ്പിക്കത്തില്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അധികാരമില്ലാതിരിക്കാൻ പറ്റാത്ത ചില ആൾക്കാർ